ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് എണ്ണയോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരക്കപ്പ് നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. അതും ഞാൻ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. അപ്പോൾ ഒരു കപ്പോളം ഞാൻ ചെറു ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ആ മുട്ട കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഒരു 1/2 സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട നമ്മൾ ചേർക്കുമ്പം ഒന്നില്ല വാനില എസൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കാഷ്യൂവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂ അധികം അരയൊന്നും വേണ്ട കേട്ടോ. ഇതിനകത്തേക്ക് ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇത് അരയത്തില്ല, ഒന്ന് തരിതരിപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതേ നോക്കൂ, ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്യുന്ന ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത്രയും നേരമെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റവയും അരിപ്പൊടിയും ഒക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മാവ് നല്ല ഫ്ലഫിയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിത് ഒട്ടും താമസിക്കാതെ സ്റ്റീമറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ഇതില്ല എന്നുണ്ടെങ്കിൽ നല്ല റൗണ്ടായിട്ടുള്ള പ്ലേറ്റ് കാണുമല്ലോ, സ്റ്റീൽ പ്ലേറ്റ്. ഇതൊന്നും അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് കാണുമല്ലോ, അതിലേതെങ്കിലും എടുത്താലും മതി. അപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ പുരട്ടി, എണ്ണയല്ല നെയ്യ് ഒന്ന് തീർത്തിട്ട് ഞാനിത് അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈ മാവ് ഒന്ന് ടൈറ്റായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് ഇരുന്നൊന്ന് ടൈറ്റായതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം, ഇതുപോലെ ഒന്ന് തട്ടിയിട്ട്. ഇനി നേരെ തന്നെ നമുക്ക് ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടൊരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. നേരെ മറിച്ച് നമ്മളിപ്പോൾ 1 കപ്പ് പൊടിയൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-22 മിനിറ്റൊക്കെ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് സ്റ്റീമറിൽ വെച്ച് നന്നായിട്ടിത് സ്റ്റീം ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പം ഇതുപോലൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് എടുത്ത് വെക്കാം. എന്ന് ഞാൻ ഇതുപോലെ താഴേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം വേണം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇതൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികുകളൊക്കെ ഇതുപോലൊരു കത്തി കൊണ്ട് നമുക്കൊന്ന് അടർത്തി കൊടുക്കണം. അടർത്തി കൊടുത്തിട്ട് വേണം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കൂട്ടുകാർ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം. അതുപോലെ തന്നെ ഇതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ നോക്കൂ, ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ട, ഈ കത്തി ഇതിനകത്തേക്ക് വെക്കുമ്പോൾ തന്നെ നോക്കൂ എത്ര സോഫ്റ്റായിട്ടാണ് അത് താഴോട്ട് പോകുന്നത്. നോക്കൂ, ഇത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഈ ഒരു പലഹാരം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ശർക്കര വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം.
അപ്പം ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ശർക്കര ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഈ ഒരു പലഹാരം നല്ല ഹെൽത്തി ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.